ഏവർക്കും അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ പദവിയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്ന് പഠിക്കുന്നത്. എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പ്രധാനമന്ത്രിയാണ്. തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന പദവി ഏതു പദവിയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. തുല്യരിൽ ഒന്നാമൻ. എല്ലാവരും തുല്യാണ്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നെല്ലാം അനുച്ഛേദം 14 നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ആ തുല്യരിൽ തന്നെ ഒന്നാമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി. പക്ഷെ ആദ്യത്തെ സിറ്റിസൺ എന്നറിയപ്പെടുന്ന ആരാ? അത് രാഷ്ട്രപതിയാണ് അല്ലെ. ഒന്നാമത്തെ സിറ്റിസൺ അല്ലെ, ആദ്യ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ തുല്യരിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്ന ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ നമ്മുടെ ലോർഡ് മോർലി പറഞ്ഞ ഒരു വാചകമുണ്ട്, ക്യാബിനറ്റിന്റെ ആണിക്കല്ല്. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ആര്? അത് ലോർഡ് മോർലി പറഞ്ഞു. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റിന്റെ ആണിക്കല്ല് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ലോർഡ് മോർലി പറഞ്ഞു. പിന്നെയും വിശേഷങ്ങളുണ്ട്. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ. മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ, ആ മന്ത്രിസഭയിലെ മന്ത്രിമാരെ എന്ത് ചെയ്യുന്നു? ഭ്രമണം ചെയ്യുന്ന സൂര്യനാണ് ആര്? പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഐവർ ജെന്നിങ്സ്. ഐവർ ജെന്നിങ്സ് ആണ് പറയുന്നത് മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യനാണ് ആര്? അത് നമ്മുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ പദവിയെ കുറിച്ച് ഒരുപാട് പേര് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതെന്താ? രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ. എന്താണ് രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് മൺട്രോയാണ്. ലോർഡ് മൺട്രോയാണ്. മൺട്രോ പഠിക്കുക. രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മൺട്രോയാണ്. 3 പോയിന്റ് പഠിച്ചില്ലേ? ആദ്യത്തെ എന്താ? ക്യാബിനറ്റിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ലോർഡ് മോർലി. പ്രധാനമന്ത്രിയെ മന്ത്രിമാരാകുന്ന ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഐവർ ജെന്നിങ്സ്. രാഷ്ട്രമാകുന്ന കപ്പലിന്റെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? മൺട്രോയാണ്. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചു. പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വില്യം. പഠിച്ചു വയ്ക്കുക. വില്യം വെർണർ ഹാർകോട്ട്. വില്യം വെർണർ ഹാർകോട്ട്. വില്യം വെർണർ ഹാർകോട്ട്. വീണ്ടും പഠിച്ചു വയ്ക്കുക. വില്യം വെർണർ ഹാർകോട്ട് എന്ന് പറഞ്ഞു പ്രകാശം കുറഞ്ഞ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രൻ എന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ പദവിയെ വിശേഷിപ്പിച്ചു. കഴിഞ്ഞില്ല, നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ത് വിശേഷിപ്പിച്ചു? ഗവൺമെന്റിന്റെ അച്ചാണി. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ഗവൺമെന്റിന്റെ അച്ചാണി. ഗവൺമെന്റിന്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നെയോ ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണെങ്കിൽ, ഗവൺമെന്റ് എന്നത് രാജ്യത്തിന്റെ യജമാനനാണെങ്കിൽ ആ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആ ഗവൺമെന്റിന്റെ യജമാനനാണ് എന്ന് പറയുന്നു. ആരെ വിശേഷിപ്പിച്ചത്? HRG ഗ്രീവ്സ്. ആരാണ്? HRG ഗ്രീവ്സ്. ഗവൺമെന്റ് രാജ്യത്തിന്റെ യജമാനനാണെങ്കിൽ ആ ഗവൺമെന്റിന്റെ യജമാനൻ ആരാണ്? പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് HRV ഗ്രീവ്സ്. ആരാണ്? HRV ഗ്രീവ്സ്. ഓക്കെ. അതുപോലെ ഇനി നമ്മുടെ പ്രധാനമന്ത്രിയുടെ കുറെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് ഭരണഘടനയിലേക്ക് കടക്കാം. ഭരണഘടനയിൽ അനുച്ഛേദം 75-ലാണ്. അനുച്ഛേദം 75-ലാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിയമനത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ പ്രധാനമന്ത്രി നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പഠിച്ചു വെക്കുക. ഈ 15% 91 ഇവിടെ ഇപ്പൊ തൽക്കാലം നിൽക്കട്ടെ, നിങ്ങൾ വായിക്കേണ്ട. നമുക്ക് കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ അനുച്ഛേദം 75-ലേക്ക് തിരിച്ചു വരാം. കാരണം കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചും 75-ൽ പറയുന്നുണ്ട്. സോ പ്രധാനമന്ത്രി നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകസഭയിലെയോ രാജ്യസഭയിലോ ഏത് സഭയിലെ വേണമെങ്കിലും അംഗമാവാം. മനസ്സിലായോ? ലോകസഭയിലെയോ രാജ്യസഭയിലെയോ ഏത് സഭയിലെ വേണമെങ്കിലും അംഗമാവാം. ഇനി ഈവൻ അംഗമല്ലെങ്കിലും കുഴപ്പമില്ല. പാർലമെന്റിലെ അംഗമല്ലെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആവാം. പ്രധാനമന്ത്രി മാത്രമല്ല, ഏത് മന്ത്രി പദം വേണമെങ്കിലും അലങ്കരിക്കാം. പക്ഷെ മന്ത്രിയായി വിത്തിൻ 6 months 6 മാസത്തിനുള്ളിൽ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ ലോകസഭയിലെയോ രാജ്യസഭയിലെയോ അംഗമായി മാറിയിട്ടുണ്ടാവണം. പഠിച്ചു വയ്ക്കുക. എന്താണ്? പാർലമെന്റിൽ അംഗമല്ലാത്തൊരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആവാം. പക്ഷെ അദ്ദേഹം മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയി വിത്തിൻ 6 months 6 മാസത്തിനകം എന്ത് ചെയ്യണം? അദ്ദേഹം ലോകസഭയിലെയോ രാജ്യസഭയിലെയോ അംഗമായി മാറണം. പഠിച്ചു വയ്ക്കുക. അതുപോലെ നമുക്കറിയാം, പ്രധാനമന്ത്രിയെ സാധാരണയായിട്ട്
നിയമിക്കുന്നത് ആരെയാ? ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടി അല്ലെ, ലോകസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടി ഏതാണോ അതിന്റെ നേതാവിനെയാണ് പ്രസിഡന്റ് സാധാരണയായിട്ട് പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. പക്ഷെ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പ്രസിഡന്റിനെ തീരുമാനിക്കാം ആരെ പ്രധാനമന്ത്രി ആക്കണമെന്ന്. രാഷ്ട്രപതിയുടെ എന്താണ്? ഡിസ്ക്രിഷണറി പവർ ആണ്. രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിയെ തീരുമാനിക്കാം എന്നാണ് പറയുന്നത്, ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ. അപ്പൊ പാർലമെന്റിൽ അംഗമല്ലാത്ത വ്യക്തിക്ക് എന്താവാം? പ്രധാനമന്ത്രി, മന്ത്രിയാവാൻ പഠിച്ചു വെക്കുക. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന ആരാ? പ്രസിഡന്റാണ്. രാജിവെക്കുന്നത് ആർക്കാണ്? രാജിക്കത്ത് കൊടുക്കുന്ന ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഈ 2 പോയിന്റ് പഠിച്ചു വെക്കുക. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്, രാജിക്കത്ത് സമർപ്പിക്കുന്നതും പ്രസിഡന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക്. പ്രസിഡന്റ് രാഷ്ട്രപതി ഒന്നാണെന്ന് അറിയാലോ. ഓക്കെ. സോ അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് കാലാവധി ഇല്ല. നമ്മൾ വിചാരിക്കും 5 വർഷം അല്ലേ കാലാവധി? 5 വർഷം കാലാവധി ലോക്സഭയുടെ മാത്രം കാലാവധിയാണ് 5 വർഷം. പ്രധാനമന്ത്രിക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു കാലാവധി ഒന്നുമില്ല. അറ്റ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അറ്റ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? രാഷ്ട്രപതിയുടെ ഇഷ്ടാനുസരണം എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കാം. പക്ഷെ ഒരു പ്രധാനമന്ത്രിയെ നിലനിർത്തിയതിനു ശേഷം ആ ലോക്സഭയിൽ ഭൂരിപക്ഷം ആ പാർട്ടിക്ക് ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല? ആ പ്രധാനമന്ത്രിയെ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അങ്ങനെ പിരിച്ചുവിടാൻ പറ്റില്ല. മനസ്സിലായോ? പ്രധാനമന്ത്രിയെ വെറുതെ പിരിച്ചുവിടാൻ പറ്റില്ല. ആ ലോക്സഭയിലെ ഭൂരിപക്ഷം ഇടിയണം. ആ ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാതാവുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രധാനമന്ത്രിയെ ആ പോസ്റ്റിൽ നിന്നും പിരിച്ചുവിടാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള ഒരു കാലാവധി ഇല്ല. 5 വർഷം എന്ന് പറയുന്നത് ലോക്സഭയുടെ കാലാവധിയാണ്. ഭരണഘടനാപരമായിട്ട് പ്രധാനമന്ത്രിക്ക് ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. പഠിച്ചു വയ്ക്കുക. ക്യാബിനറ്റിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? അത് പ്രധാനമന്ത്രിക്കുണ്ട്. പ്രധാനമന്ത്രിയുടെ വലിയൊരു പദവിയാണ്. എന്താണ്? വലിയൊരു അധികാരമാണ്. ക്യാബിനറ്റ് മിനിസ്റ്റർമാർ കേട്ടിട്ടുണ്ടാവും അല്ലെ? മന്ത്രിസഭയിലെ തന്നെ, കേന്ദ്ര മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും വലിയ കുറച്ച് ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പറയുന്നത്. ആ ക്യാബിനറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുവാനും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് പ്രധാനമന്ത്രിക്കാണ്. പഠിച്ചു വയ്ക്കുക. ക്യാബിനറ്റ് പ്രധാനമന്ത്രിക്കാണ് അധികാരം. അതുപോലെ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ, കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും ആരാണ് ശരിക്കും? അത് പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ് അല്ലെ? പക്ഷെ അതിന് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വയ്ക്കുക. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ നിയമിക്കുന്നതിനും പുറത്താക്കുന്നതിനും രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന വ്യക്തി ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ മന്ത്രിമാരുടെ വകുപ്പുകൾ, മന്ത്രിസഭാ മീറ്റിങ്ങുകൾ, അതായത് മന്ത്രിസഭയുടെ വകുപ്പുകൾ, ഓരോ വകുപ്പുകളും ആര് കൈകാര്യം ചെയ്യണം, ഏതെല്ലാം വകുപ്പുകൾ ഉണ്ടാകണം എന്നെല്ലാം നിർദ്ദേശം കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? പ്രസിഡന്റിന് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ മന്ത്രിസഭാ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. ആ മീറ്റിംഗിലെ അധ്യക്ഷൻ ആരായിരിക്കും? അതും പ്രധാനമന്ത്രിയായിരിക്കും. മനസ്സിലായ? മന്ത്രിസഭയുടെ മീറ്റിംഗിലെ അധ്യക്ഷൻ ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുവാനും പിരിച്ചുവിടാനും ആർക്ക് അധികാരമുള്ളത്? ഇത് പ്രസിഡന്റിനാ, രാഷ്ട്രപതിക്ക് അല്ലെ? പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും പിരിച്ചുവിടുന്നതും ഒക്കെ ആരാ? അത് രാഷ്ട്രപതിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് നിർദ്ദേശം നൽകുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വയ്ക്കുക. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക, പിരിച്ചുവിടുക തുടങ്ങിയിട്ടുള്ള അധികാരങ്ങളെല്ലാം പ്രസിഡന്റിനാണ്. പക്ഷെ അതിന് നിർദ്ദേശം നൽകുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രപതിയെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ് അറ്റോർണി ജനറല്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, UPSC അല്ലെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങൾ ചെയർമാൻ, അതുപോലെ ഫിനാൻസ് കമ്മീഷൻ അതിലെ അംഗങ്ങൾ ചെയർമാൻ തുടങ്ങിയവരെ നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതും എല്ലാം ആരാണ്? പ്രസിഡന്റാണ് അല്ലെ? പക്ഷെ അതിനെല്ലാം പ്രസിഡന്റിന് നിർദ്ദേശം നൽകുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വെക്കുക. അപ്പോ രാഷ്ട്രപതിക്ക് ഇത്തരം നിയമനങ്ങളിലോ അവരെ പിരിച്ചുവിടുന്നവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആരാ? പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ആളെയാണ് എന്ത് ചെയ്യുക? രാഷ്ട്രപതി നിയമിക്കുക. നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതി അല്ലെ? പക്ഷെ എല്ലാം പേരിൽ മാത്രമേ രാഷ്ട്രപതിക്കുള്ളൂ. ബാക്കി എല്ലാം ആരാണ് ചെയ്യുന്നത്? ശരിക്കും പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വെക്കുക. പ്രധാനമന്ത്രിയുടെ രാജി ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി രാജിവെച്ചാൽ കേന്ദ്ര മന്ത്രിസഭയുടെയും രാജിവെച്ചായിട്ട് കണക്കാക്കപ്പെടും. മനസ്സിലായോ? പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ വീണു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചാലോ? കേന്ദ്രമന്ത്രി ആരെങ്കിലും ഒരാൾ രാജിവെച്ചാൽ അത് അയാളെ മാത്രമേ ബാധിക്കുള്ളൂ. ആള് മാത്രം രാജിവെച്ചു, ബാക്കി ആരും ബാധിക്കുന്നില്ല. പക്ഷെ പ്രധാനമന്ത്രി രാജിവെച്ചു കഴിഞ്ഞാൽ കേന്ദ്ര മന്ത്രിസഭ രാജിവെച്ചതിന് തുല്യമാണ്. ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ ആരാണ്?
പ്രധാനമന്ത്രിയാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെ NDC അല്ലെങ്കിൽ ദേശീയ വികസന സമിതി, അതിന്റെ അധ്യക്ഷൻ അഥവാ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ നിങ്ങൾക്കറിയാം നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പണ്ട് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അതുപോലെ ഇന്റർസ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കുമ്പോൾ ആ ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇന്റർസ്റ്റേറ്റ് കൗൺസിലിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പുകൾ അതായത് മന്ത്രിസഭയിൽ ഇപ്പൊ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പ്, അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പ്, അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു വകുപ്പ്, ഫിനാൻസ് എന്ന് പറയുന്ന വകുപ്പ്, ഇതൊന്നും അല്ലാതെ പ്രത്യേകമായിട്ട് വിഭജിച്ചിട്ടില്ലാത്ത ഒരു വകുപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ വകുപ്പ് ആരായിരിക്കും കൈകാര്യം ചെയ്യുക? അത് പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വെക്കുക. പ്രത്യേകമായിട്ട് അനുവദിച്ചിട്ടില്ലാത്ത ഒരു പുതിയൊരു വകുപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഒരു പോർട്ട്ഫോളിയോയിലും ഇല്ലാത്ത ഒരു വകുപ്പാണെങ്കിൽ ആ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിൽ എന്താണ്? നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിലിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. വിദേശ നയം തീരുമാനിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പഠിച്ചു വയ്ക്കുക. നമ്മൾ ജവഹർലാൽ നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വിദേശ നയങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ ചരിത്രം പഠിച്ച സമയത്ത് പഞ്ചശീല തത്വങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ വിദേശ നയങ്ങള് തീരുമാനിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. രാഷ്ട്രപതിയല്ല. പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയെ കുറിച്ച് പഠിക്കാനുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ് ആദ്യത്തെ പ്രധാനമന്ത്രി? ഏറ്റവും കൂടുതൽ കാലം ആയിട്ടുള്ള പ്രധാനമന്ത്രി ആരാണ്? ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി ആരാണ്? അങ്ങനെ തുടങ്ങിയിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വേറൊരു ക്ലാസ്സിൽ, രാഷ്ട്രപതിയെ പോലെ തന്നെ മറ്റൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മൾ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. ഭരണഘടനയിൽ പ്രധാനമന്ത്രി എന്ത്, ഭരണഘടനയിൽ രാഷ്ട്രപതി എന്ത്, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്തു പോകുന്നത്. പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? വേർതിരിച്ച് നമുക്ക് പഠിക്കാം. ഇനി നമ്മുടെ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവി. അപ്പൊ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ എന്താണ്? ഉപപ്രധാനമന്ത്രി എന്ത് ചെയ്യാം? പ്രധാനമന്ത്രിയുടെ പദവി വഹിക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സഹായിക്കുന്നതിനൊരു ഉപപ്രധാനമന്ത്രി ഉണ്ടാവും എന്നൊക്കെ പലപ്പോഴും പലരും ധരിച്ചു വെക്കാറുണ്ട് അല്ലെ. രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്. പ്രധാനമന്ത്രി ഉള്ളപ്പോ ഉപപ്രധാനമന്ത്രി വേണ്ടേ? ഒരു നിർബന്ധമില്ല. ഭരണഘടനയിൽ അങ്ങനെ ഒരു പദവിയെ കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. ഭരണഘടനയിൽ ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു വാക്ക് എന്തില്ല? നമ്മുടെ ഭരണഘടനയ്ക്കകത്തില്ല. അപ്പോൾ ഭരണഘടനാപരമായിട്ട് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരാം. 74-ാം അനുച്ഛേദത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അനുച്ഛേദം 74-ൽ പ്രസിഡന്റിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. ആ കേന്ദ്ര മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്ന ആരായിരിക്കണം? പ്രധാനമന്ത്രി ആയിരിക്കണം. അപ്പോൾ പഠിച്ചു വയ്ക്കുക. അനുച്ഛേദം 74 പ്രകാരം എന്തു പറയുന്നു? പ്രസിഡന്റിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാവണം എന്ന് പറഞ്ഞു. 74 പഠിച്ചു വയ്ക്കുക. 75 നമ്മൾ ഓൾറെഡി പഠിച്ചു. 75 എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ നിയമനത്തെ കുറിച്ച് പറയുന്നു. പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്നും പ്രധാനമന്ത്രി അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭയെ എന്ത് ചെയ്യുന്നു? കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനത്തെ കുറിച്ചും എല്ലാം 75-ലാണ് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ നിയമനവും കേന്ദ്ര മന്ത്രിസഭയുടെ നിയമനവും എല്ലാം 75-ൽ പറയുന്നു. നമുക്കറിയാം 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കേന്ദ്ര മന്ത്രിസഭയുടെ അംഗം എന്ന് പറയുന്നത് ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് ഉണ്ട് അല്ലെ. 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുടെ എണ്ണം എന്ന് പറയുന്നത് 15%. എന്തിന്റെ 15%? ലോകസഭയുടെ ആകെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നു. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത് 75-ാം അനുച്ഛേദത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 74 എന്തിനെ കുറിച്ച് പറഞ്ഞു? നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് പഠിച്ചു. ഇനി 77 എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം ഞാൻ നീട്ടി വലിച്ചങ്ങൾ പറയുന്നില്ല. 77 എന്ന് പറയുന്നത്
നമ്മുടെ എല്ലാ പ്രവർത്തികളും, നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ട എല്ലാതരം നിയമനിർമ്മാണ പ്രവർത്തനമായിക്കോട്ടെ, കാര്യനിർവഹണ പ്രവർത്തനമായിക്കോട്ടെ, എല്ലാ പ്രവൃത്തിയും ആരുടെ പേരിലാണ് നടത്തേണ്ടത്? രാഷ്ട്രപതിയുടെ നാമത്തിലാണ് നടത്തേണ്ടത് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 77. അപ്പോ യൂണിയൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര മന്ത്രിസഭ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെല്ലാം ആരുടെ പേരിലാണ്? ഇൻ ദ നെയിം ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയുടെ നാമത്തിലായിരിക്കണം നടത്തേണ്ടത് എന്ന് അനുച്ഛേദം 77 പറയുന്നു. 78 എന്ന് പറയുന്നു, മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും ഈ രാഷ്ട്രപതിയെ അറിയിക്കണമെന്ന് പറയുന്നു. 78 എന്ന് പറയുന്നു, മന്ത്രിസഭയുടെ, നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആരെ അറിയിക്കണം? നമ്മുടെ രാഷ്ട്രപതിയെ അറിയിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് 78. അതുപോലെ തന്നെ 88 എന്ന് പറയുന്നുണ്ടെന്നറിയോ, മന്ത്രിമാർക്കെല്ലാം ഇരു സഭകളിൽ, ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യാം? പങ്കെടുക്കാം. മന്ത്രിമാർക്കെല്ലാം ലോക്സഭയിലും രാജ്യസഭയിലും പങ്കെടുക്കാം. പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യുന്ന എവിടെ മാത്രം? അവരവരുടെ സഭകളിൽ മാത്രം. ലോക്സഭയിലുള്ള മന്ത്രിയാണെങ്കിൽ ലോക്സഭയിൽ മാത്രം വോട്ട് ചെയ്യാം. രാജ്യസഭയിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള മന്ത്രിയാണെങ്കിൽ രാജ്യസഭയിൽ മാത്രം വോട്ട് ചെയ്യാം. പക്ഷെ ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യാം? പങ്കെടുക്കാം. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പഠിക്കാം. നിങ്ങൾ ഉപരാഷ്ട്രപതി വഴി പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എന്താണ്? ചെയർമാൻ ആണ് അല്ലെ. പക്ഷെ രാജ്യസഭയിൽ അംഗമാണോ? അല്ല. ഇരു സഭകളിലും അംഗമല്ലാതെ സഭയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാണത്? വൈസ് പ്രസിഡന്റ് ആണ് അല്ലെ. ഉപരാഷ്ട്രപതി എന്താണ്? ആ രാജ്യസഭയുടെ ചെയർമാൻ ആണ്. പക്ഷെ അവിടുത്തെ അംഗമല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ നടപടികളിൽ വോട്ട് ചെയ്യാൻ ആർക്ക് അധികാരമില്ല? നമ്മുടെ രാജ്യസഭ ചെയർമാൻ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റിന് ഇല്ല. അതുപോലെ തന്നെ ഇവിടെയും മന്ത്രിമാർക്ക് രണ്ട് സഭകളിലും പങ്കെടുക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവരവരുടെ സഭയല്ലാതെ മറ്റേ സഭയിൽ പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമന്ത്രിയെ കുറിച്ച്. ഉപപ്രധാനമന്ത്രിയെ കുറിച്ച് ഒന്നും പഠിക്കാനില്ല. ആകെ ഫാക്ച്വൽ കാര്യങ്ങൾ മാത്രമാണ്. അത് പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ പാർട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപപ്രധാനമന്ത്രി, ഇത്രയും നാളുമായിട്ടുള്ള ഉപപ്രധാനമന്ത്രിമാരെല്ലാം അവരുടെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ചും ഇന്ന് പഠിച്ചു. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് പാർലമെന്റിനെ കുറിച്ചാണ്. ഇനി പാർലമെന്റിലേക്ക് നമ്മൾ കടക്കണം. ലോക്സഭ, രാജ്യസഭ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. അവിടുത്തെ പ്രവർത്തനങ്ങൾ പഠിക്കണം. സോ അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.